ശ്രീ എം ആർ അഭിലാഷ്, ഇപ്പോൾ നിലവിൽ ഹർജിക്കാർക്ക് ആശ്വാസം എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതിയിൽ വാദങ്ങൾ തുടർന്നത്. അപ്പോൾ നാളെ ഏത് രീതിയിലായിരിക്കും സുപ്രീം കോടതി ഇതിൽ ഒരു ഇടപെടൽ നടത്തുക എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അല്ല, മൂന്ന് നാല് പ്രൊവിഷൻസിനെ സംബന്ധിച്ച് കോടതി വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് മാത്രം ഈ ഭേദഗതി അസറ്റ് സ്റ്റേ ചെയ്യില്ല കോടതി. ഈ രണ്ട് മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ച് കോടതിക്ക് ഈ ഹർജിക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിനെ കേട്ടതിന് ശേഷം മാത്രം അങ്ങനെ ഒരു ഉത്തരവ് പാസ്സാക്കാനുള്ള സാധ്യത പ്രകടമായിട്ട് കാണുന്നുണ്ട്. അതാണ് വസ്തുത. അപ്പോ നാളെ കോടതി അവരെ കേട്ടതിന് ശേഷം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ വഖഫ് ബൈ യൂസർ പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ അത് ഡീനോട്ടിഫൈ ചെയ്യുന്നത് തടഞ്ഞേക്കാം. ഈ നോൺ മുസ്ലിംസിന്റെ ഇൻക്ലൂഷൻ അത് തടഞ്ഞേക്കാം. അപ്പൊ അത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് വരുന്നത്. പക്ഷേ നാളെ കോടതി കേട്ടതിന് ശേഷം ഓർഡർ പാസ്സാക്കും. ശ്രീ എം ആർ അഭിലാഷ്, നന്ദി ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ ഏതായാലും ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, നാളെ വീണ്ടും വാദം തുടരും. അതിനുശേഷം ഇത്തരത്തിലൊരു ഉത്തരവിന് സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 2-3 പോയിന്റ്സ്. വഖഫ് ഭൂമി അതല്ലാതാകരുത്. വഖഫിനെ കുറിച്ചുള്ള തർക്കങ്ങളിൽ, വഖഫ് ഹർജികളിൽ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഉപയോഗം വഴിയോ കോടതിയുടെ ഉത്തരവ് വഴിയോ വഖഫായിട്ടുള്ള ഭൂമി അത് അല്ലാതാക്കാൻ, അത് ഡീനോട്ടിഫൈ ചെയ്യാനുള്ള അധികാരമില്ല. അതങ്ങനെ പോകാൻ പാടില്ല. ആ രീതിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. നാളെയും ഈ വിഷയത്തിൽ വാദം തുടരുന്നു. ഒരു ഇടക്കാല ഉത്തരവ് അപ്പോൾ പുറപ്പെടുവിക്കും. അതിനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനായ എം ആർ അഭിഭാഷ് പറഞ്ഞത്.